നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ നാട്ടിൽ സ്നേഹത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും ഒന്നും ഉറവ ഇതുവരെ വറ്റിയിട്ടില്ല. നല്ല കുറേ മനസ്സുള്ള ആളുകൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്, ഇടുക്കിയിലേക്കാണ്. സുമനസ്സുകളുടെ സഹായത്താൽ ഇടുക്കിയിലെ ബിജു പൗലോസിന് വീടൊരുക്കി. തിരുവനന്തപുരം ഡിഫൻസ് ആർട്ട് സെന്റർ ആണ് വീട് നിർമ്മിച്ച് കൈമാറിയത്. പോളിയോ ബാധിച്ച് കാലുകൾ തളർന്ന ബിജുവിന് സ്വന്തമായി വീടെന്നത് സ്വപ്നമായിരുന്നു. ഇതാണ് തിരുവനന്തപുരം ഡിഫൻസ് ആർട്ട് സെന്റർ യാഥാർത്ഥ്യമാക്കിയത്. 8.25 സെന്റ് ഭൂമിയിൽ മാതൃകാ ഭവന പദ്ധതിയുടെ ഭാഗമായി 668 ചതുരശ്ര അടിയുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിച്ചു. ഇന്ന് ഈ വീട്ടിലേക്ക് ജീവിതം പറിച്ചു നടുന്ന അല്ലെ പുതിയ ജീവിതം ആരംഭിക്കുന്ന ബിജു പൗലോസിനും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുകയാണ്. ഐശ്വര്യപൂർണമായ ജീവിതം, ഒരു രണ്ടാം ഘട്ട ജീവിതത്തിന്റെ ഒരു കുതിപ്പിനുള്ള ഒരു സ്ഥലമായി, ഒരു ലോഞ്ചുപാടായി വീട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. റാമ്പ്, വീൽചെയർ കടന്നുപോകാൻ പാകത്തിൽ വാതിലുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവ ഈ വീടിന്റെ പ്രത്യേകതയാണ്. വഴിത്തലയിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ പ്രജീഷ് സെൻ, ശാന്തിഗിരി കോളേജ് മാനേജർ ഫാദർ പോൾ പാറക്കാട്ടയിൽ, ഡിഫൻസ് ആർട്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുകാട്, മാജിക് പ്ലാന്റ് മാനേജർ CK സുനിൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിഫൻസ് ആർട്സ് സെന്ററിലെയും മാജിക് പ്ലാനറ്റിലെയും ജീവനക്കാരുടെ ധനസമാഹരണത്തിലൂടെ വാങ്ങിയ വീൽചെയറും ബിജുവിന് കൈമാറി. ന്യൂസ് 18 ഇടുക്കി.